ശ്രീ അജിത് വട്ടിയൂർക്കാവ്, അന്ന് 2023 പരാതി നൽകിയ നന്ദിതയാണ് ഇപ്പോൾ സംസാരിച്ചത്. നന്ദിത പരാതി നൽകി, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. കർശനമായ ഉപാധികളോടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം താങ്കളുടെ നേതൃത്വത്തിലുള്ള സംഘടന, താങ്കൾ ഉൾപ്പെടെയുള്ളവർ പൂമാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു. അതിന് ദൃശ്യം നമുക്കൊന്ന് കണ്ടുവരാം. ശ്രീ അജിത് വട്ടിയൂർക്കാവ്, ഇപ്പോഴെന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയനാണ്. ഈ ഇപ്പോഴത്തെ യഥാർത്ഥം പറഞ്ഞാൽ 14-ാം തീയതി നടന്ന സംഭവം. ഇപ്പോൾ നമ്മൾ ന്യൂസിലെല്ലാം കാണുന്ന 14-ാം തീയതി, ഇന്ന് 21-ആയി. ഇത്രയും ദിവസം ഈ കേസിനെ പറ്റി നമ്മൾ പുറം ലോകത്ത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇത്രയും ദിവസം എന്തുകൊണ്ട്, ഇനി പരാതിക്കാരി ആരാണെന്ന് നമുക്ക് ഇതേവരെ അറിയില്ല. അന്ന് ഇതാ ഇപ്പോൾ ആദ്യത്തെ ഇഷ്യൂ നടന്ന പെൺകുട്ടി നന്ദിത ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നന്ദിത അന്ന് വന്ന് പറഞ്ഞ ബോഡി ലാംഗ്വേജ് ഇതല്ലായിരുന്നു, അതാദ്യം മനസ്സിലാക്കണം. അന്ന് പറയുകയും, അന്ന് ഈ കുട്ടിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ദിവസം ഏത് ആരോപണം ഉന്നയിച്ചാലും അതിനെക്കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ സംഘടന ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. പ്രത്യേകിച്ച് ഇത്രയും ഒരു ഇഷ്യൂ നടന്ന ഒരു പെൺകുട്ടി വന്ന് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ID വെച്ചിട്ട് വേറൊരു ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ആക്ഷൻ ഒരിക്കലും കാണിക്കാൻ പാടില്ല, ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തൊരു കേസാണ്. ആക്ഷനൊക്കെ കാണിച്ച് വളരെ ഹാപ്പി ആയിട്ട് വന്നിരുന്നാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നി. അങ്ങനെ അത് അന്വേഷിച്ചിട്ട് അപ്പോൾ ഇവൻ്റെ ഭാഗത്ത്, സവാദിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ആ കേസിൽ ഇടപെട്ടതും. അതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിരുന്നു. ബാക്കി കാര്യങ്ങൾ മറ്റുള്ള അന്വേഷിക്കേണ്ട അയാളുടെ ജീവിത പശ്ചാത്തലം അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ പരിസരം നാട്ടിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ എല്ലാം അന്വേഷണവും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതും പൂമാലയിട്ട് സ്വീകരിച്ചതും എല്ലാം. പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ സംഭവം അന്ന് നമ്മുടെ ആദ്യത്തെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ഞങ്ങൾ പൂമാലയിട്ട് ഇറങ്ങി പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എത്ര വർഷം കഴിഞ്ഞാലും ഇവനെ ഞങ്ങൾ പൂട്ടും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ ഇനി ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തെ പൂട്ടുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഇതിന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെ ഉണ്ട്? ഇനി ഈ ബസ്സിൽ വെച്ച് ഇപ്പൊ നടന്ന മലപ്പുറം ബസ്സിൽ വെച്ച് നടന്നിട്ടുള്ള കേസ് ജെന്യൂൻ കേസാണെങ്കിൽ ആരാണെന്ന് നമുക്കറിയില്ല. ഏത് പെൺകുട്ടിയാണ്, അവൾക്ക് പീഡനം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സവാദ് പ്രതിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ശിക്ഷിക്കണം. അതിന് ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് പൂമാല ഇടുവാനോ അദ്ദേഹത്തിന് അല്ല, ഇതിപ്പോ പോലീസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ഇതിൽ കോടതി ഇടപെടുകയും ഇതിനു മുൻപ് കർശന ഉപാധികളോടെ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ട ഒരാളാണ്. അവിടെയും നിങ്ങൾ അയാൾ നിഷ്കളങ്കനാണെന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ ആരിലാണ് വിശ്വാസം അർപ്പിക്കുന്നത് ശ്രീ അജിത് വട്ടിയൂർക്കാവ്? ഇപ്പൊ ഇവിടെ താങ്കൾ പറയുന്നത് ഈ പെൺകുട്ടി ആരാണെന്ന് അറിയില്ല എന്നതാണ്. ആദ്യ കേസിൽ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു, അപ്പൊ പെൺകുട്ടി ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ളതായി പ്രശ്നം. ഇവിടെ പെൺകുട്ടി ആരെന്ന് അറിയില്ല. ഇനി ഇത്രയും ദിവസത്തിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നതെന്നുള്ളതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. ഇത് 14-ാം തീയതി തന്നെ ആ പെൺകുട്ടി പരാതി നൽകിയതാണ്. ആ ദിവസം അയാളെ പിടികൂടാൻ ശ്രമിച്ചു, പക്ഷേ അയാൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് പോലീസ് പിന്തുടർന്ന് ഇയാൾ പിടിയിലായത് ഇന്നലെയാണ് എന്നുള്ളതാണ് ഈ വാർത്ത ഇന്നലെ പുറത്തു വരുന്നത്. അജിത് വട്ടിയൂർക്കാവ്, അല്ല, അപ്പൊ പിന്നെ അവിടെ എന്താണ് താങ്കളുടെ പ്രശ്നം? താങ്കളുടെ പ്രശ്നം എന്താണ് ഇവിടെ ഈ പെൺകുട്ടി ആരാണെന്ന് ഇനി അറിയില്ല, അതാണോ താങ്കളുടെ പ്രശ്നം? അതല്ല പ്രശ്നം. അതല്ല ഈ കേസ് ഇപ്പൊ ഏതൊരു ഞാൻ പറഞ്ഞോട്ടെ, ഏതൊരു പെൺകുട്ടി എനിക്കെതിരെ ഒരു സ്ത്രീക്ക് ഒരു ആരോപണം എനിക്കെതിരെ വേണമെങ്കിൽ ഉന്നയിച്ചാലും അവർ പോലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു FIR ഇട്ട് റിമാൻഡ് ചെയ്യുക തന്നെ ചെയ്യും. അത് നടപടിയാണ്. അല്ലാതെ അയാൾ പ്രതിയല്ല, പ്രതിയായതിനു ശേഷമല്ല ഇദ്ദേഹത്തെ അന്വേഷിച്ചത് അയാൾ പ്രതിയാണ്. കോടതി കണ്ടെത്തുമ്പോഴാണ് അദ്ദേഹം പ്രതിയാവുന്നത്. ഇപ്പോൾ ആരോപണ വിധേയൻ, അത്രയും മാത്രം പറഞ്ഞാൽ മതി.